നമസ്കാരം. ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല യുവതീ പ്രവേശന ഹർജികൾ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഹർജികൾ ലിസ്റ്റ് ചെയ്ത് സുപ്രീം കോടതി റിവ്യൂ ഹർജികൾ ഉൾപ്പെടെ പരിഗണിക്കും. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷെറിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം. സംസ്കാരം നാളെ ഔദ്യോഗിക ബഹുമതികളോടെ. ആലിന്റെ അച്ഛനമ്മമാരുടെ തീരുമാനം മഹത്തരമെന്ന് മുഖ്യമന്ത്രി. കരൾ സ്വീകരിച്ച കുഞ്ഞ് നിരീക്ഷണത്തിൽ തുടരുന്നു. മെറ്റബോളിക് ഘടകങ്ങളിൽ പുരോഗതിയെന്ന് ഡോക്ടർമാർ. ചൈനയുമായുള്ള നിയന്ത്രണ രേഖയ്ക്ക് അടുത്ത് ഹൈവേയിൽ വിമാനമിറങ്ങി ചരിത്രം സൃഷ്ടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് സംവിധാനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടന്നത് അസമിലെ ദിബ്രുഗഡ് ജില്ലയിൽ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയതിൽ വീണ്ടും അതൃപ്തി പരസ്യമാക്കി പ്രേംകുമാർ. തന്നോട് കാട്ടിയത് അനീതിയാണെന്നും സാമാന്യ മര്യാദ പോലും ഉണ്ടായില്ലെന്നും പ്രേംകുമാർ. മാറ്റിയത് കാലാവധി പൂർത്തിയായതിനെ തുടർന്നെന്ന് മന്ത്രി സജി ചെറിയാൻ. ആഗോള അയ്യപ്പ സംഗമം ദൂർത്തല്ലെന്ന് ദേവസ്വം ബോർഡ്. പുറത്തു വന്നത് തെറ്റായ വിവരങ്ങളെന്നും വരവ് ചെലവ് കണക്ക് അന്തിമമല്ലെന്നും വാർത്താക്കുറിപ്പ്. നന്ദഗോവിന്ദം ഭജൻസിനുള്ള തുക കാണിച്ചത് അശ്രദ്ധ. അദാനി ഗ്രൂപ്പ് 1 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നും വിശദീകരണം. ദേവസ്വം ബോർഡ് നൽകിയ പണം തിരിച്ചടച്ചിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ. കൊള്ളയിൽ സർക്കാരിന് പങ്കുണ്ടെന്ന് കോൺഗ്രസ്. മടിയിൽ കനമില്ലെന്നും പുറത്തു വന്നത് എസ്റ്റിമേറ്റ് മാത്രമെന്നും MV ഗോവിന്ദൻ. റാപ്പിഡ് റെയിലുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. അനുമതി തേടി മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചു. കേന്ദ്ര നഗരകാര്യമന്ത്രിക്ക് കത്തയച്ചത് DPR തയ്യാറാക്കാനുള്ള ഫണ്ട് തേടി. ശബരിമല യുവതീ പ്രവേശന ഹർജികൾ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഹർജികൾ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തു. റിവ്യൂ ഹർജികൾ ഉൾപ്പെടെ പരിഗണിക്കും. മതാചാരങ്ങൾ സംബന്ധിച്ച ഹർജികളാണ് പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3 അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. 9 അംഗ ബെഞ്ച് രൂപീകരിക്കുന്നതിൽ തീരുമാനമുണ്ടാകും. കേരള ജനതയുടെ ഉള്ളുലച്ച് വിട പറഞ്ഞ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാരം സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ നടക്കും. 5 പേർക്ക് പുതുജീവനായി കടന്നുപോകുന്ന കുഞ്ഞുമാലാകയെ നാട് ഔദ്യോഗിക ബഹുമതികൾ നൽകി യാത്രയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കി. ആലിൻ ഷെറിൻ എബ്രഹാം ഈ പേര് കാലം എത്ര കടന്നുപോയാലും മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുമെന്ന് തീർച്ചയാണ്. 1 വയസ്സ് പൂർത്തിയാകാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലോകത്തോട് വിട പറഞ്ഞ കുരുന്ന്. മരണത്തിലും നന്മയുടെ നല്ല പാഠം പകർന്നു നൽകിയ കുഞ്ഞു മാലാഖ. 5 പേർക്ക് പുതുജീവനേകിയാണ് ആലിന്റെ മടക്കം. കുഞ്ഞ് വേർപിരിഞ്ഞതിന്റെ തീരാനോവിനിടയിലും അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനായി മുന്നോട്ട് വന്ന ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനം മഹത്തരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കരൾ, 2 വൃക്ക, ഹൃദയവാൽവ്, നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യാൻ അച്ഛൻ അരുൺ എബ്രഹാമും അമ്മ ഷെറിൻ ആൻഡ് ജോണും തയ്യാറായതോടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ ഷെറിൻ മാറി. ആലിനിൽ നിന്നും സ്വീകരിച്ച അവയവങ്ങൾ നിലവിൽ 2 കുഞ്ഞുങ്ങൾക്ക് നൽകാൻ സാധിച്ചു. അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. അവയവദാന രംഗത്ത് കേരള സമൂഹത്തിനു മുന്നിലായി വലിയൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ആലിൻ ഷെറിന്റെ മാതാപിതാക്കൾ. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ആലിന് നമ്മുടെ നാട് ഔദ്യോഗിക ബഹുമതികൾ നൽകി യാത്രയാക്കുമെന്നും മുഖ്യമന്ത്രി കുറിപ്പിൽ വ്യക്തമാക്കി. മഹാനടൻ മോഹൻലാൽ അടക്കമുള്ളവർ ആലിന്റെ മാതാപിതാക്കൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് രംഗത്തെത്തി. തന്റെ സഹജീവികളായ ചില കുരുന്നു ജീവനുകൾക്ക് പുനർജന്മത്തിന്റെ പ്രതീക്ഷകൾ നൽകിയാണ് ആലിൻ ഷെറിൻ എന്ന കുഞ്ഞു മാലാഖ ഈ ലോകത്തോട് വിട പറഞ്ഞതെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഈ ലോകം മനോഹരമായി നിലനിൽക്കുന്നത് തന്നെ ഇതുപോലെയുള്ള നിസ്വാർത്ഥ സ്നേഹങ്ങളുടെ നിറവെളിച്ചം കൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു. മറ്റു കുട്ടികളുടെ ജീവൻ കൂടി മുന്നിൽ കണ്ട മാതാപിതാക്കളായ അരുണും ഷെറിനും എടുത്ത തീരുമാനം എല്ലാ മനുഷ്യർക്കുമുള്ള സന്ദേശമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദേശീയപാതയിൽ വിമാനമിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിലെ ദിബ്രുഗഡ് ജില്ലയിൽ ആദ്യ എമർജൻസി ലാൻഡിംഗ് സംവിധാനം മോദി ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിൽ നിർമ്മിച്ച പ്രത്യേക റൺവേയിൽ വ്യോമസേനാ വിമാനത്തിൽ പ്രധാനമന്ത്രിയുടെ ലാൻഡിംഗ് ചരിത്രപരമായി. അടിസ്ഥാന വികസനത്തിന് ഒരു പ്രധാന നാഴികക്കല്ല് കൂടി. അസമിലെ മൊറാനിലുള്ള വടക്കുകിഴക്കൻ മേഖലയിലെ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിൽ C-130J വിമാനത്തിൽ പറന്നിറങ്ങി പ്രധാനമന്ത്രി.
100 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. അടിയന്തര ഘട്ടങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയരാനും ഇറങ്ങാനും കഴിയുന്ന രീതിയിലാണ് റൺവേയുടെ രൂപകൽപ്പന. 40 ടൺ വരെയുള്ള യുദ്ധവിമാനങ്ങളെയും 74 ടൺ ഭാരമുള്ള വലിയ വിമാനങ്ങളെയും വഹിക്കാനുള്ള ശേഷിയുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ അതിവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഈ സംവിധാനം നിർണായകമാകുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഹൈവേകളിൽ വാഹനമോടിക്കാൻ മാത്രമല്ല, വേണ്ടിവന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മുടെ സൈനികർക്ക് യുദ്ധകാലത്ത് വിമാനങ്ങളുടെ റൺവേയായും ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ലോകത്തിന് കാട്ടിത്തരുകയാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. സുന്നി ഐക്യം വേണമെന്ന സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിർദ്ദേശത്തിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മറുപടി അല്പസമയത്തിനകം. കോട്ടക്കലിൽ AP വിഭാഗം സംഘടിപ്പിക്കുന്ന സമസ്ത കേരള ജമാഅത്തുൽ ഉലമ 100ാം വാർഷിക വിളംബര സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കുമെന്ന് AP വിഭാഗം നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു. കോട്ടക്കലിൽ സമ്മേളനം തുടങ്ങി. ആ സമ്മേളനത്തിലേക്കാണ്. അവിടെ നിന്ന് ഇൽമു പഠിച്ചു വന്ന് വടക്കേ ഇന്ത്യയിലെ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് അറിവ് പഠിച്ചു വന്ന് ആ മഹാന്മാരായ ഉലമാക്കളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പ്രാപ്തിയുള്ള, അങ്ങനെ ഫത്വ കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട അഹ്മദ് ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കേരളക്കരയിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ രൂപം നൽകിയത്. ആ വലിയ മഹാന്മാർ പിന്നീട് SYSന്റെ 40ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മർക്കഹു സഖാഫത്ത് സുന്നിയക്ക് തറക്കല്ലിടാൻ അതിനു മുൻപ് വന്നിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് അലവി അൽ മാലിക്കി മക്കത്തെ മുദരിസാണ്, മസ്ജിദുൽ ഹറാമിലെ മുദരിസ്. ആ വലിയ മഹാനായ ആ പണ്ഡിതൻ റൗള ഷരീഫിൽ ചെന്ന് മുത്തുനബിയോട് അനുവാദം ചോദിച്ച് കോട്ടക്കലിൽ AP വിഭാഗം സംഘടിപ്പിക്കുന്ന സമസ്ത കേരള ജമാഅത്തുൽ ഉലമ 100ാം വാർഷിക വിളംബര സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. ഈ സുന്നി ഐക്യത്തിൽ കാന്തപുരം എന്ത് നിലപാട് വ്യക്തമാക്കുമെന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സമ്മേളനം കോട്ടക്കലിൽ പുരോഗമിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ വീണ്ടും അതൃപ്തി പരസ്യമാക്കി പ്രേംകുമാർ. തന്നോട് കാട്ടിയത് അനീതിയാണെന്നും സാമാന്യ മര്യാദ പോലും ഉണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ചലച്ചിത്ര അക്കാദമി ഭാരവാഹിത്വത്തിൽ വന്ന മാറ്റം പ്രേംകുമാറിന്റെ നിലപാടുകളുടെയോ അഭിപ്രായ പ്രകടനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ലെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ആശാസമരത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്ന് നീക്കിയെന്നാണ് പ്രേംകുമാറിന്റെ ആരോപണം. തനിക്കു നേരെ നടന്നത് അനീതിയാണെന്നും മാന്യമായ യാത്രയയപ്പ് നൽകുകയോ പിരിഞ്ഞുപോകാൻ അനുവദിക്കുകയോ ചെയ്യുകയെന്ന സാമാന്യ മര്യാദ പോലും തന്നോട് കാണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സാംസ്കാരിക സംഗമം, അന്താരാഷ്ട്ര സംഗമം കൊച്ചിയിൽ നടക്കാൻ പോകുന്നു. മാനവികതയും മനുഷ്യ സ്നേഹവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഇങ്ങനെ കുറേ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നു. അവർ ആ സമരം അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് എന്തു തന്നെയായിരുന്നാലും ശരി, അതൊന്നും പൊതുസമൂഹത്തെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താനും പറ്റിയിട്ടില്ല. അപ്പോൾ ആ അവസ്ഥയിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ അത് ഗവൺമെൻറ്റിന് ദോഷം ചെയ്യുമെന്ന് വളരെ സദുദ്ദേശപരമായ ഒരു അഭിപ്രായം, അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു അഭിപ്രായമാണ്. അത് ഞാൻ പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു എന്ത് അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കി എന്നുള്ളത് മറ്റൊരു കാരണവും കാണുന്നില്ല. അപ്പോൾ ഈ പുറത്താക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ വിവേചന അധികാരമാണ്. അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. പക്ഷേ നമ്മളൊരു സ്ഥാനത്ത് കുറച്ച് കാലമായിട്ട് പ്രവർത്തിക്കുന്നു. അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഈ കൂടെ പ്രവർത്തിച്ച കുറേ സഹപ്രവർത്തകരുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടി എന്നോടൊപ്പം നിന്ന് അവരോടൊരു നന്ദി പറയാനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. ചലച്ചിത്ര അക്കാദമിയും സാഹിത്യ അക്കാദമിയും കേരളത്തിലെ 2 സുപ്രധാന സാംസ്കാരിക സ്ഥാപനങ്ങളാണ്. പക്ഷേ രണ്ടിന്റെയും ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നവരോട് 2 തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായതെന്നും പ്രേംകുമാർ വിമർശിച്ചു. പ്രേംകുമാറിന്റെ പ്രതികരണത്തിന് പിന്നാലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വിശദീകരണവുമായി രംഗത്തെത്തി. സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർക്ക് അവരുടെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ടെന്ന് സജി ചെറിയാൻ തന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. പ്രേംകുമാർ ചെയർമാൻ എന്ന നിലയിൽ നടത്തിയത് മികവുറ്റ പ്രവർത്തനങ്ങളാണ്. അക്കാദമി ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയിലാണ് പുതിയ സമിതിയെ തിരഞ്ഞെടുത്തതെന്നും മന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
അതിവേഗ റെയിൽ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. DPR തയ്യാറാക്കാനുള്ള അനുമതി തേടിയാണ് കേന്ദ്ര നഗരകാര്യമന്ത്രിക്ക് കത്തയച്ചത്. സിൽവർ ലൈനിന് പകരം RRTS നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ റെയിൽ പദ്ധതിയുമായി സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാനാകൂ. പദ്ധതിയുടെ DPR തയ്യാറാക്കാനുള്ള അനുമതി തേടിയാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചത്. 20% കേന്ദ്ര സംസ്ഥാന സഹായവും 60% അന്താരാഷ്ട്ര ധനസ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. 1.92 ലക്ഷം കോടിയാണ് പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നത്. നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയായതിനാൽ ആദ്യം DPRന് അനുമതി വേണ്ടത് കേന്ദ്ര നഗരവികസനകാര്യ മന്ത്രാലയത്തിൽ നിന്നാണ്. RRTS പദ്ധതിക്ക് മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകിയ കാര്യം മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. 2025 സെപ്റ്റംബറിൽ കൊച്ചിയിൽ നടന്ന അർബൻ കോൺക്ലേവിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകൾ അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ സമ്മർദ്ദത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഗതാഗത കുരുക്കും വാഹനാപകടങ്ങളും കുറയ്ക്കാനായി വേഗതയേറിയ ഒരു പൊതുഗതാഗത സംവിധാനം അത്യാവശ്യമാണെന്ന് കേന്ദ്ര നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടർ അയച്ച കത്തിൽ മുഖ്യമന്ത്രി പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമം ദൂർത്തല്ലെന്ന വാദവുമായി ദേവസ്വം ബോർഡ് രംഗത്ത്. റിപ്പോർട്ടിന്റെ പേരിൽ അവാസ്തവമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. വരവ് ചെലവ് കണക്കുകൾ അന്തിമമായിട്ടില്ല. നന്ദഗോവിന്ദം ഭജൻസിനുള്ള തുക കാണിച്ചത് പിശകാണെന്നും വരവ് ചെലവ് കണക്കുകൾ അന്തിമമായിട്ടില്ലെന്നും ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ സംബന്ധിച്ച് വന്ന പ്രചാരണത്തിലാണ് ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. ഗസ്റ്റ് ഹൗസ് നവീകരണത്തിന്റെ ഭാഗമായി തുക വകയിരുത്തിയതിൽ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയതിന് 1 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന രീതിയിൽ പ്രചാരണം നടത്തിയത് പ്രതിഷേധാർഹമാണെന്നും നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയതായി ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പിശക് സംഭവിച്ചതാണെന്നും വ്യക്തമാക്കുന്നു. ഇഷാൻ ദേവിന്റെ സംഗീത ആവിഷ്കാരത്തിന് 8 ലക്ഷം രൂപയാണ് റിഹേഴ്സലിനും ഭക്ഷണത്തിനും താമസത്തിനുമടക്കം ചെലവായത്. റിപ്പോർട്ട് കോടതിയിൽ വേഗത്തിൽ സമർപ്പിക്കേണ്ടി വന്നതിനാലാണ് പൊരുത്തക്കേടുകൾ ഉണ്ടായത്. ബില്ലുകളുടെ സുതാര്യത ഉറപ്പാക്കി മാത്രമായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. വരവ് ചെലവ് കണക്കുകൾ അന്തിമമായിട്ടില്ല. 3 കോടി രൂപ സ്പോൺസർഷിപ്പ് തുകയായി ലഭിച്ചു. അദാനി ഗ്രൂപ്പ് 1 കോടി നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തർക്കും തൊഴിലാളികൾക്കും അയ്യപ്പ സംഗമത്തിനെത്തിയ എല്ലാവർക്കും ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഈ മാസം 17 ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ വിഷയം വിശദമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് ചർച്ചയായതോടെ സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ വിശദീകരണം എന്നതും വ്യക്തമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിന് നൽകിയ പണം തിരിച്ചടച്ചിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ. ഇത് സംബന്ധിച്ച് നിയമസഭയിൽ പറഞ്ഞത് ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ളവർ നടത്തുന്ന പ്രസ്താവനകളിൽ പൊതുജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരും. അയ്യപ്പ സംഗമം നടന്നതുകൊണ്ടാണ് കള്ളത്തരങ്ങളെല്ലാം പുറത്തു വന്നതെന്നും VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു. വായ്പ എടുത്തിരുന്നു, അഡ്വാൻസ് കൊടുത്തിരുന്നു. ആ അഡ്വാൻസ് 17/10/2025 തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് ബോർഡ് എഴുതി ആധികാരികമായി തന്നിരിക്കുന്നു. അതാണ് മറുപടി പറഞ്ഞത്. അതില്ല എന്ന് നിഷേധിച്ച് വർത്തമാനം പറഞ്ഞവരൊക്കെ നാളെ പൊതുജനങ്ങളോട് മാപ്പ് പറയണം. കാരണം ഇത് കോടതിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബോർഡിലുമുണ്ട്. നിങ്ങൾക്കും പോയി പരിശോധിക്കാം. ഇപ്പോൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് വരുന്നത് ഇതിലൊരു കൺഫ്യൂഷനും ഇല്ല. ഈ കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പം പോറ്റിയെ കയറ്റിയവർക്കാണ് ഈ വിഷയങ്ങളൊന്നും പോറ്റിയെ ബന്ധപ്പെടാതെ നടത്തിയപ്പോൾ ഉണ്ടായ വിഷമം. അപ്പോൾ പോറ്റിയെ കയറ്റിയവർക്ക് ഇപ്പോൾ കുറേശ്ശെ വിഷമങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി കൊടിമരത്തിൻ്റെ ഈ സ്വർണ്ണക്കൊടിമരം അല്ലെ ഇരുമ്പ് കോൺക്രീറ്റ് കൊടിമരം ചെതലരിച്ചു എന്ന കണ്ടുപിടുത്തങ്ങൾ നമുക്കാർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കണക്ക് ശരിയല്ലെന്നും ഇപ്പോൾ പുറത്തുവന്നത് എസ്റ്റിമേറ്റ് മാത്രമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തങ്ങളുടെ മടിയിൽ കനമില്ല. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ജനങ്ങളെ പറ്റിക്കാനുള്ള പുകമുറ മാത്രമെന്നും MV ഗോവിന്ദൻ പൊന്നാനിയിൽ പറഞ്ഞു. ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, കൃത്യമായ കണക്കല്ല. അത് എസ്റ്റിമേറ്റ് ആണ്. അതിനുശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാ ഇത്ര മനോരമകളുടെ വെപ്രാളം കാണിക്കേണ്ട കാര്യം? അവർക്ക് രാഷ്ട്രീയമായ കാര്യമാണ്. അതിനോടൊന്നും മറുപടി പറയേണ്ട ഉത്തരവൊന്നും ഞങ്ങൾക്കില്ല. ഇന്നും ഇന്നലെയും എല്ലാം കുറേ ദിവസമായി തുടങ്ങിയിട്ട് അത് ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് കേസ് കൂടി പാളിയും അതുപോലെ തന്നെ കൊടിമരവും എല്ലാം കൂടി ചേർന്ന് ചോദ്യം ചെയ്യലും കേസും എല്ലാം വന്ന സ്ഥിതിയിൽ എങ്ങനെയെങ്കിലും അത് മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ വർക്കാണെന്ന് ആർക്കറിയാത്തത്?
ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് തൃപ്തിയുണ്ടെന്നും റവാഡ ചന്ദ്രശേഖർ കോഴിക്കോട് പറഞ്ഞു. ഇല്ല, അതിൻ്റെ അന്വേഷണത്തിൻ്റെ ചുമതല നല്ലപോലെ ചെയ്യുന്നുണ്ട്. മറ്റേ SIT നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേൽനോട്ടം അറിയാം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വം നടക്കുന്നതാണ്. അവരുടെ സാറ്റിസ്ഫാക്ഷൻ വ്യക്തം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നത് വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ടായിട്ടും ക്രമക്കേട് നടന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയവരെ ഇപ്പോൾ കാണാനില്ല. കൊള്ളയിൽ സംസ്ഥാന സർക്കാരിന് പങ്കുണ്ടെന്നും VD സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. കോടികളാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കൊള്ളയടിച്ചത്. അതിന് കണക്ക് പറഞ്ഞേ മതിയാവൂ. ആരാണ് അതിന് ഉത്തരവാദിയെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവൂ. ഈ കൊള്ള തുടരുകയാണ്. 2019 കൊള്ള നടത്തി, 2024 കൊള്ള നടത്താൻ ശ്രമിച്ചു. അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇത്രയും വലിയ ഒരു വിഷയമുണ്ടായി കേരളം മുഴുവൻ നിൽക്കുന്ന സമയത്താണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പ്. അത് ഗൗരവതരമായി അന്വേഷിക്കണം. സർക്കാരിന് അതിനകത്ത് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട്. ആരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട. തൃശൂർ പൂരം കലക്കലിൽ രാഷ്ട്രീയ വിവാദം വീണ്ടും കൊഴുക്കുന്നു. പൂരം കലക്കിയതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് പങ്കുണ്ടെന്ന് കരുതുന്നില്ലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. എന്നാൽ ദേവസ്വത്തിലെ ചില ആളുകൾക്ക് പൂരം കലക്കിയതിൽ പങ്കുണ്ടെന്ന് സുനിൽകുമാർ വ്യക്തമാക്കി. അതേസമയം CPM BJP ഒത്തുകളിയുടെ ഭാഗമാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. പൂരം കലക്കലുണ്ടായത് പോലീസിന്റെ തെറ്റായ പെരുമാറ്റം മൂലമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാറും പ്രതികരിച്ചു. തൃശൂർ പൂരം കലക്കിയതിൽ തിരുവമ്പാടി ദേവസ്വത്തിനാണ് ഉത്തരവാദിത്വമെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തള്ളുകയാണ് തൃശൂരിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ. തിരുവമ്പാടി ദേവസ്വം ബോർഡ് പൂരം കലക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും എന്നാൽ ബോർഡിലെ ചില ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പൂരം അലങ്കോലപ്പെടുത്തിയെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ആ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഈ പൂരം അലങ്കോലപ്പെടുത്തുന്നതിലൂടെ അതിൻ്റെ രാഷ്ട്രീയമായ ലാഭം കൊയ്തിട്ടുള്ള ആ പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ്. അതേസമയം പൂരം കലക്കിയത് പോലീസും ജില്ലാ ഭരണകൂടവും ചേർന്നാണെന്ന് ആവർത്തിക്കുകയാണ് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആരോപണം CPM BJP ബാന്ധവം ചൂണ്ടിക്കാട്ടിയാണ്. പൂരത്തെ വിവാദമാക്കി നേട്ടം കൊയ്യാൻ BJPക്ക് CPM അവസരമുണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. പൂരം കലക്കലുണ്ടായത് പോലീസിന്റെ തെറ്റായ പെരുമാറ്റം മൂലമാണെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാറും പറഞ്ഞു. ഈ കഴിഞ്ഞ 2024 എന്താ പറയുക, തെറ്റായൊരു കീഴ്വഴക്കമാണ്. അത് പോലീസിൻ്റെ ആ തെറ്റായ ഒരു പെരുമാറ്റം മൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. വിവിധ നേതാക്കളുടെ പ്രതികരണം വരും തെരഞ്ഞെടുപ്പിലും പൂരം കലക്കൽ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കുമെന്നാണ് തെളിയിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ പൂരം കലക്കലിൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. തിരുവമ്പാടി ദേവസ്വത്തിനെതിരായ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തൃശ്ശൂർ പൂരത്തിൽ പോലീസിന് വീഴ്ചയൊന്നും ഉണ്ടായില്ല എന്ന് ക്രൈംബ്രാഞ്ച് ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നു. അതായത് പോലീസിന് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന്. പോലീസ് നന്നായിട്ട് നടത്തുന്നില്ല തൃശ്ശൂർ പൂരം. കഴിഞ്ഞ അന്ന് പ്രശ്നം ഉണ്ടായി, ഇഷ്യൂ ഉണ്ടായ സമയമുണ്ടായിരുന്നു. അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ ആ അന്വേഷണത്തിൽ ഈ പോലീസിന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. പോലീസിന്റെ ഭാഗത്ത് അങ്ങനെയാണ്. പോലീസ് സോഫാർ നമുക്ക് എൻ്റെ അറിവ് പ്രകാരം അതുപോലെ തന്നെയാണ്. ഒരു അന്വേഷണ റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ ചില റിപ്പോർട്ടുകളുണ്ട്. അതിൽ ഇപ്പോൾ തീരുമാനം. പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്തം തിരുവമ്പാടി ദേവസ്വത്തിനാണെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സർക്കാരിന്റെയും പോലീസിന്റെയും മുഖം രക്ഷിക്കാനുള്ള ശ്രമം മാത്രമാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ആരോപിച്ചു. അയ്യപ്പ സംഗമത്തിന്റെ ക്രമക്കേടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് നൽകാനുള്ള കാരണം. പൂരാഘോഷം നടത്തിപ്പ് പിടിച്ചെടുക്കാനുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസൂത്രിത നീക്കമാണ് പൂരം കലക്കലിൽ കലാശിച്ചതെന്നും ബാബു പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണ് എന്ന ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ അങ്ങേറ്റം പരിഹാസ്യമായ കണ്ടെത്തലാണ്. ഇത് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. സർക്കാരിൻ്റെ മാത്രമല്ല, പോലീസിൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും മുഖം രക്ഷിക്കാനുള്ള ആസൂത്രിതമായൊരു ശ്രമമാണ്. ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരാൻ കാരണം ഇപ്പോൾ അയ്യപ്പ സംഗമം, അതിൻ്റെ ക്രമക്കേടുകൾ, ശബരിമലയെ സന്നിധാനത്ത് നടന്ന കൊള്ള, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സർക്കാരിനെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡുകളെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഈ സമയത്ത് ഇത്തരം വാർത്തകൾ കൊണ്ടുവന്ന് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ക്രമക്കേടുകളും സ്വർണ്ണക്കൊള്ളയും ഒക്കെയായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിസന്ധിയിലായപ്പോൾ അതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റിപ്പോർട്ട്. മഹാശിവരാത്രി ആഘോഷങ്ങൾക്കായി ആലുവ മണപ്പുറം ഒരുങ്ങി. പുഴയോരത്തൊരുക്കിയ 100-ൽ പരം ബലിത്തറകളിൽ 300ഓളം പുരോഹിതന്മാർ പിതൃകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും. മഹാദേവ ക്ഷേത്രത്തിൽ നാളെ രാവിലെ 6-ന് ലക്ഷാർച്ചനയോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ രാത്രി 12-ന് ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞാണ് അവസാനിക്കുക. 7 ലക്ഷത്തോളം ആളുകൾ പിതൃതർപ്പണത്തിനായി ശിവരാത്രി നാളുകളിൽ മണപ്പുറത്ത് എത്താറുണ്ടെന്നാണ് കണക്കുകൾ. ഇത്തവണ ശിവരാത്രി ഞായറാഴ്ചയായതിനാൽ വലിയ തിരക്കാണ് ആലുവ മണപ്പുറത്ത് പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് ബലിതർപ്പണം ഔദ്യോഗികമായി ആരംഭിക്കുക. 116 ബലിത്തറകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിനായി ലേലം ചെയ്ത് നൽകിയിരിക്കുന്നത്. 100 രൂപയാണ് ബലിതർപ്പണ ഫീസായി ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ബോർഡിനൊപ്പം ആലുവ നഗരസഭയും മറ്റ് സർക്കാർ വകുപ്പുകളും ഒത്തുചേർന്നാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത്. കുടിവെള്ള വിതരണം, ബയോ ടോയ്ലറ്റ് ഏകദേശം 25 എണ്ണോളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 2 കോടി രൂപയോളം ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തർക്കായിട്ട്. സുരക്ഷയ്ക്കായിട്ട് 1000 പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആലുവ പുഴയുടെ ഭാഗത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ശിവരാത്രി നാളിൽ മണപ്പുറത്തെ മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഉണ്ടാകും. ആലുവ നഗരത്തിൽ നിന്ന് നടപ്പാലം വഴി മണപ്പുറത്തേക്ക് വരുന്ന ഭക്തരെ വലതുഭാഗത്തുകൂടി പ്രവേശിപ്പിക്കും. മണപ്പുറത്ത് നിന്ന് ഇടത്തുഭാഗത്തുകൂടി നടപ്പാലത്തിലേക്ക് തിരികെ വിടും. സുരക്ഷയ്ക്കായി 1500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മണപ്പുറത്തും ആലുവയിലും വിന്യസിക്കുക. പ്രത്യേക പോലീസ് സ്റ്റേഷനും പരിശോധനയ്ക്കായി വാച്ച് ടവറുകളും സ്ക്വാഡുകളും 24 മണിക്കൂറും പ്രവർത്തിക്കും. ബലിതർപ്പണം നടക്കുന്ന കടവുകളിൽ സുരക്ഷാ ബാരിക്കേഡുകൾ തീർത്തു. വിശ്വാസികളുടെ തിരക്ക് പരിഗണിച്ച് KSRTC ദീർഘദൂര സർവീസ് ഉൾപ്പെടെ മണപ്പുറത്തേക്ക് പ്രത്യേക സർവീസുകളും സ്വകാര്യ ബസ്സുകൾക്ക് സ്പെഷ്യൽ പെർമിറ്റ് നൽകും. കൊച്ചി മെട്രോയും പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. പെരിയാറിനക്കരെ ശ്രീനാരായണഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണം നടക്കും. അമൃത ന്യൂസ്, കൊച്ചി. 114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് നാളെ തുടക്കമാകും. പമ്പാ നദിയിലെ വിശാലമായ മണൽപ്പുറത്തൊരുക്കിയ വിദ്യാധിരാജ നഗറിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ പരിഷത്ത് നഗറിൽ സംഗമിച്ച് പതാക ഉയർത്തുന്നതോടെയാണ് ഈ വർഷത്തെ പരിഷത്തിന് ഔദ്യോഗിക തുടക്കമാവുക. ചരിത്രപ്രസിദ്ധമായ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഞായറാഴ്ച രാവിലെ 3 പ്രധാന ഘോഷയാത്രകൾ ചെറുകോൽപ്പുഴയിൽ സംഗമിക്കും. ചട്ടമ്പിസ്വാമിയുടെ സമാധിസ്ഥലമായ പത്മനാശ്രമത്തിൽ നിന്നുള്ള ജ്യോതി പ്രയാണ ഘോഷയാത്രയും എഴുമറ്റൂർ പരമഭട്ടാരകാശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്രയും അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പതാക ഘോഷയാത്രയും രാവിലെ 11ഓടെയാണ് ചെറുകോൽപ്പുഴ ജംഗ്ഷനിൽ എത്തിച്ചേരുക. അവിടെ നിന്നും മഹാമണ്ഡലം ഭാരവാഹികൾ ആചാരപൂർവ്വം സ്വീകരിച്ച് വിദ്യാധിരാജ നഗറിലേക്ക് ആനയിക്കും. തുടർന്ന് മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ ഭദ്രദീപം തെളിയിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് പതാക ഉയർത്തലും ഭഗവത്ഗീത പാരായണവും സംഗീത സദസ്സും നടക്കും. വൈകുന്നേരം 3:45 നടക്കുന്ന ഉദ്ഘാടന സഭയിൽ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും. മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദസ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തും. മന്ത്രി റോഷി അഗസ്റ്റിൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. 8 ദിവസം നീണ്ടു നിൽക്കുന്ന പരിഷത്തിൽ ധർമാചാര്യ സഭ, പരിസ്ഥിതി കാർഷിക സമ്മേളനം, അയ്യപ്പ ഭക്ത സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, വനിതാ സമ്മേളനം, ബാലമഹാസമ്മേളനം എന്നിവ നടക്കും. ഒപ്പം രാമായണ സമീക്ഷകൾ, നാരായണീയ പാരായണം, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ എന്നിവയാൽ സമ്മേളന നഗർ ഭക്തിസാന്ദ്രമാകും. അമൃത ന്യൂസ്, പത്തനംതിട്ട. സുന്നി ഐക്യം വേണമെന്ന സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിർദ്ദേശത്തിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മറുപടി അല്പസമയത്തിനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോട്ടക്കലിൽ AP വിഭാഗം സംഘടിപ്പിക്കുന്ന സമസ്ത കേരള ജമാഅത്തുൽ ഉലമ 100ാം വാർഷിക വിളംബര സമ്മേളനത്തിൽ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുകയാണ്. നമുക്കും നമ്മുടെ ശിഷ്യന്മാർക്കും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പം അത് വായിച്ചോട്ടെ, പിന്നെ വിശദമായി ഇനിയും പറയാം. സമസ്തയുടെ പ്രമേയം അവതരിപ്പിക്കുന്നു. സമസ്ത കേരള ജമാഅത്തുൽ ഉലമ
മറ്റ് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ പുനർമൂല്യനിർണ്ണയം ഒഴിവാക്കിയേക്കും. ഈ വർഷം തന്നെ നടപ്പാക്കാനാണ് ആലോചന. മൂല്യനിർണ്ണയം പൂർണ്ണമായി ഡിജിറ്റൽ രൂപത്തിലാക്കുന്നതിനാൽ കുറ്റമറ്റതാകുമെന്നാണ് ബോർഡ് വിലയിരുത്തൽ. ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ ഉത്തരക്കടലാസുകൾ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ ഡിജിറ്റലായി മൂല്യനിർണ്ണയം നടത്തുന്ന രീതിയാണ് ആലോചിക്കുന്നത്. അധ്യാപകർ കമ്പ്യൂട്ടറിലൂടെ മാർക്ക് രേഖപ്പെടുത്തുന്ന ഈ സംവിധാനം പരീക്ഷകളിൽ മാർക്ക് കൂട്ടുന്നതിലെ പിഴവുകൾ ഒഴിവാക്കാനും വേഗത്തിലുള്ള മൂല്യനിർണ്ണയത്തിനും സഹായിക്കും. മാർക്കുകൾ കൂട്ടുന്നതിലോ അപ്ലോഡ് ചെയ്യുന്നതിലോ ഉണ്ടാകുന്ന മനുഷ്യസഹജമായ പിഴവുകൾ ഇതിലൂടെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്നും ഇതോടെ പുനർമൂല്യനിർണ്ണയത്തിന്റെ ആവശ്യം തന്നെ ഇല്ലാതാകുമെന്നുമാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. ഡിജിറ്റൽ രീതിയാകുന്നതോടെ മൂല്യനിർണ്ണയം കൂടുതൽ സുതാര്യമാകുന്നതോടൊപ്പം പരീക്ഷാഫലം മുൻവർഷത്തേക്കാൾ വേഗത്തിൽ പ്രസിദ്ധീകരിക്കാനും സാധിക്കും. ഫെബ്രുവരി 17 ആരംഭിക്കുന്ന പരീക്ഷാ കാലയളവിൽ തന്നെ പുതിയ രീതി പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് CBSE ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലും വിദേശത്തുമായി ഏകദേശം 46 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. അതേസമയം 10ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയം നിലവിലുള്ള ഫിസിക്കൽ രീതിയിൽ തന്നെ തുടരും. അതിനാൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സൗകര്യവും ലഭിക്കും. ന്യൂസ് ഡെസ്ക് അമൃത TV. വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുറച്ച് കെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. തിങ്കളാഴ്ച KPCCയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനിരിക്കെയാണ് കെ മുരളീധരൻ നിലപാട് വ്യക്തമാക്കിയത്. ഇതോടെ വട്ടിയൂർക്കാവിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. അതേസമയം വട്ടിയൂർക്കാവിൽ മത്സരിക്കുമോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് മുരളീധരൻ പ്രതികരിച്ചു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മത്സരിക്കുമോ എന്ന ചർച്ചകൾ ഏറെ നാളുകളായി സജീവമാണ്. കെ മുരളീധരന്റെ തട്ടകം കൂടിയായ വട്ടിയൂർക്കാവിൽ പക്ഷേ CPM-നും BJP-ക്കും ശക്തമായ വേരോട്ടമാണുള്ളത്. സിറ്റിംഗ് MLA VK പ്രശാന്ത് CPM-ന്റെ മണ്ഡലത്തിലെ ശക്തനായ പോരാളിയാണ്. അതുകൊണ്ട് തന്നെ VK പ്രശാന്തുമായി ഏറ്റുമുട്ടുന്നത് കെ മുരളീധരന് വെല്ലുവിളിയാകുമെന്ന പ്രചാരണവും ശക്തമായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ, കോഴിക്കോട്, പാലക്കാട്, ഗുരുവായൂർ തുടങ്ങി പല മണ്ഡലങ്ങളിലും ഇതിനോടകം തന്നെ കെ മുരളീധരന്റെ പേരുകളും ഉയർന്നിരുന്നു. പലയിടങ്ങളിലും DCCയുടെ താല്പര്യവും മുരളീധരൻ തന്നെയായിരുന്നു. എന്നാൽ ചർച്ചകൾക്ക് വിരാമമിട്ടുകൊണ്ട് വട്ടിയൂർക്കാവ് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കെ മുരളീധരൻ. ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിലേക്കുള്ള ചർച്ചയിലേക്ക് എത്തിയില്ല. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കെ മുരളീധരൻ ഭയന്നോടുന്നവനല്ല. അത്രേ ഞാൻ പറയും. തിങ്കളാഴ്ച ഇന്ദിരാഭവനിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ 1ാം ഘട്ട സ്ഥാനാർത്ഥി നിർണയം ചർച്ചയാകും. അതിനു മുന്നോടിയായാണ് വട്ടിയൂർക്കാവിന്റെ കാര്യത്തിൽ മുരളീധരൻ നിലപാട് അറിയിച്ചിരിക്കുന്നത്. KPCCയുടെയും കനകോലുവിന്റെയും സർവേ റിപ്പോർട്ടിൽ വട്ടിയൂർക്കാവ് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി മുരളീധരനാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2011 കെ മുരളീധരൻ CPM സഹയാത്രികനായിരുന്ന ചെറിയാൻ ഫിലിപ്പിനെയാണ് 16,000 വോട്ടുകൾക്ക് തോൽപ്പിച്ചത്. 2016 BJPയുടെ കുമ്മനം രാജശേഖരനെ 7,000-ത്തിലധികം വോട്ടുകൾക്ക് മുരളീധരൻ തോൽപ്പിച്ചിരുന്നു. കുമ്മനത്തിന്റെ മികച്ച പ്രകടനത്തിൽ വട്ടിയൂർക്കാവ് BJPയുടെ A+ മണ്ഡലമായി മാറിയിരിക്കുകയാണ്. 2026 കെ മുരളീധരൻ വീണ്ടും കളത്തിലിറങ്ങുന്നതോടെ വട്ടിയൂർക്കാവ് തീ പാറുന്ന പോരാട്ടത്തിനാകും സാക്ഷ്യമാകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രസ്താവന അച്ചടക്ക ലംഘനമല്ലെന്ന് ജോസ് കെ മാണി. റോഷിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പാലായിൽ താൻ മത്സരിച്ചാൽ ജയിക്കുമോ എന്നത് ജനം തീരുമാനിക്കട്ടെ എന്നും ജോസ് കെ മാണി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റിനെ സംബന്ധിച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനത്തിൽ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. റോഷി പറഞ്ഞത് തനിക്ക് സന്തോഷമുണ്ടാക്കിയെന്നും അത് അച്ചടക്ക ലംഘനമല്ലെന്നും ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടി. റോഷി മൈക്ക് തട്ടിപ്പറിച്ചതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൈക്ക് ഒരിക്കലും തട്ടിപ്പറിച്ചില്ല. എൻ്റെ ബോഡി ലാംഗ്വേജ് എടുത്ത് നോക്കിക്കും. ഞാൻ ചുമ്മാ നോക്കി തട്ടിപ്പറിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര തുല്യമാണ് പറയും. അത് പറഞ്ഞോട്ടെ, അതിന് സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിനകത്ത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അതിലൊന്നും ഒരു ക്ലീൻ കൊത്താൻ പോകുന്നില്ല. അത്രേ ഉള്ളൂ. കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള റോഷി അഗസ്റ്റിന്റെ പ്രസ്താവനയോട് പാർട്ടിക്കുള്ളിൽ തന്നെ പലർക്കും അനിഷ്ടമുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ LDF മുന്നേറ്റം തിരിച്ചറിഞ്ഞ് മുന്നണിക്കും പാർട്ടിക്കുമെതിരെ സംഘടിത നീക്കം നടക്കുന്നുവെന്ന് ജോസ് കെ മാണി ആരോപിച്ചു. ഈ ജാഥയുടെ അതിൻ്റെ ശോഭ കെടുത്തുവാനുള്ള ഒരു ശ്രമം പലപ്പോഴും നടന്നിട്ടുണ്ട്. അതിന് തന്നെ ഒരു ടീം, ഒരു കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് രൂപം കൊടുത്തിരിക്കുകയാണ്. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്നായിരുന്നു റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ചത്. LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ അടിമാലിയിൽ എത്തിയപ്പോഴായിരുന്നു പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് റോഷി പറഞ്ഞത്. അമൃത ന്യൂസ്, കൊച്ചി.
കൊച്ചി എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. 6 വയസ്സുള്ള പെൺകുട്ടി 1 വർഷത്തോളം പീഡനത്തിനിടയായി എന്നാണ് കണ്ടെത്തൽ. മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പും പീഡനം നടന്നു. സംഭവത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് എളമക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. പിതാവ് ലഹരിക്ക് അടിമയെന്നും വിവരമുണ്ട്. ആരാണ് കുഞ്ഞിനെ പീഡിപ്പിച്ചതെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതേസമയം കുട്ടി പീഡിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അമ്മയുടെ മൊഴി. കഴിഞ്ഞ മാസം 16-നാണ് അച്ഛനെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേശീയപാത 85-ന്റെ ഭാഗമായ നേര്യമംഗലത്തെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ബഹുജന സത്യാഗ്രഹം നടത്തി. ഡീൻ കുര്യാക്കോസ് MP സമരം ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധക്കാർ അടിമാലി ടൗണിൽ ദേശീയപാത ഉപരോധിച്ചു. ദേശീയപാത 85-ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങളായി. പ്രശ്നപരിഹാരം കണ്ടെത്തി റോഡ് നിർമ്മാണം പുനരാരംഭിക്കുന്നത് ഇനിയും വൈകുന്ന സാഹചര്യത്തിലാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും ബഹുജന പ്രക്ഷോഭം ആരംഭിച്ചത്. ഡീൻ കുര്യാക്കോസ് MP സമരം ഉദ്ഘാടനം ചെയ്തു. ഈ നാടിനോട് മാന്യതയും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ സമരത്തിൽ നിങ്ങൾ കൂടിച്ചേർന്ന് ഈ ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള ഈ നാടിനോടുള്ള വഞ്ചനാപരമായ സമീപനത്തിൽ ചുട്ട മറുപടി നൽകാൻ നിങ്ങൾ തയ്യാറാവുകയാണ് വേണ്ടത്. സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ നേതൃത്വത്തിൽ അടിമാലി ടൗണിൽ ദേശീയപാത ഉപരോധിച്ചു. നേര്യമംഗലം വനമേഖലയിൽ നിർമ്മാണ നിരോധനത്തിൽ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആരോപണം. അമൃത ന്യൂസ്, ഇടുക്കി. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണ വിഷയം അവസാനിക്കരുത് എന്ന വാശി പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു. ഒട്ടും താമസിക്കാതെ തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. വിഷയം രാഷ്ട്രീയപരമായി തിരിച്ചുവിടാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ സാധാരണക്കാരായിട്ടുള്ള ഈ പാവപ്പെട്ടവർക്ക് ജോലി സ്ഥിരപ്പെടുന്നതിന് വേണ്ടിയുള്ള നടപടിയാണല്ലോ നമ്മൾ പോയത്. ഫസ്റ്റ് ഹിയറിംഗിന് തന്നെ തീരേണ്ട പ്രശ്നമാണ്. ഫസ്റ്റ് ഹിയറിംഗിന് 2 പ്രാവശ്യം നീട്ടിവെച്ചു. അതിൻ്റെ ലിസ്റ്റൊക്കെ നമ്മളെ ഉണ്ട്, അവരുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മളെ ഉണ്ട്. ഇപ്പം കൊണ്ടുവന്നിട്ടില്ലെന്ന് പറഞ്ഞു. ബോഡി ബിൽഡിംഗ് പുതുതലമുറയ്ക്ക് വളരെ ഇഷ്ടമുള്ള മത്സര ഇനമായി മാറിയിട്ടുണ്ട്. പെൺകുട്ടികളും അമ്മമാരും ശരീര സൗന്ദര്യ മത്സര രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. കൊച്ചിയിൽ നടന്ന ഒരു മത്സരം കാണാം. എറണാകുളം ടൗൺ ഹാളിലാണ് കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ശരീര സൗന്ദര്യ മത്സരങ്ങൾ നടന്നത്. 200ഓളം മത്സരാർത്ഥികൾ വിവിധ കാറ്റഗറികളിലായി മത്സരത്തിനെത്തി. കുട്ടികൾ, അമ്മമാർ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, അങ്ങനെ നീളുന്നു മത്സര വിഭാഗങ്ങൾ. പുതുതലമുറ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ ഇത്തരം മത്സരങ്ങളോടുള്ള ഇഷ്ടം ഗുണം ചെയ്യുമെന്നാണ് സംഘാടകരുടെ അഭിപ്രായം. വളർന്നു വരുന്ന യുവതലമുറ അവർ വഴിതെറ്റി പല സിന്തറ്റിക് ഡ്രഗ്സുകളും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന തലമുറയെ നല്ല രീതിയിലേക്ക് അവനവൻ്റെ ശരീരം നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ച് നല്ല ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുകൂടി ഇതിനകത്ത് ലക്ഷ്യമുണ്ട്. ബോഡി ബിൽഡിംഗ് ശരീര സൗന്ദര്യ മത്സരങ്ങൾക്കായി തയ്യാറെടുക്കാൻ നല്ലൊരു തുക ചെലവാണ്. മാത്രമല്ല നിരന്തര പരിശ്രമവും വേണം. ഒരു സംസ്ഥാന മത്സരത്തിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ കരസ്ഥമാക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഇന്നത്തെ രീതിയിൽ നല്ലൊരു 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയോളം ചിലവ് വരും. ഒരു വർഷത്തെ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്കും അവർ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുഡും കാര്യങ്ങളും എല്ലാം ഇതിന് ന്യൂട്രീഷൻ ഒരുപാട് ചെയ്യണം. അതെല്ലാം വെച്ച് കാൽക്കുലേറ്റ് നോക്കിയാൽ നല്ലൊരു എമൗണ്ട് ഇതിനു വേണ്ടി ചിലവാകുന്നുണ്ട്. ഭക്ഷണം, വെള്ളം, വ്യായാമം എല്ലാം സൂക്ഷ്മതയോടെയാണ് ഓരോ മത്സരാർത്ഥിയും കാണുന്നത്. ബോഡി ബിൽഡർ ആയില്ലെങ്കിലും ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അമൃത ന്യൂസ്, കൊച്ചി. കൊല്ലം പന്മനയിൽ നിന്ന് ദേശീയ കായിക വേദിയിലേക്ക് ചുവടുകൾ വെച്ച് ഒരു കൊച്ചുമിടുക്കി. കളരിപ്പയറ്റിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പന്മന ചിറ്റൂർ UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അവന്തിക ഇതിനകം നിരവധി പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞു. ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും മുന്നേറുന്ന അവന്തിക ദേശീയ കളരിപ്പയറ്റ് മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. സ്വപ്നങ്ങൾക്ക് പ്രായം തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് കൊല്ലം പന്മനയിലെ ഈ കൊച്ചുമിടുക്കി. കളരിപ്പയറ്റിന്റെ കരുത്തും ആത്മവിശ്വാസവും നെഞ്ചിലേറ്റി ചുവടുകൾ വയ്ക്കുമ്പോൾ അവന്തികയുടെ നേട്ടങ്ങൾ രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്.
ഹൈദരാബാദിൽ നടന്ന നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടി. സംസ്ഥാനതല മത്സരങ്ങളിലും നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം സ്വന്തമാക്കി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച കളരിപ്പയറ്റ് മത്സരത്തിലും മികവ് തെളിയിച്ചു. സംസ്ഥാന തലത്തിൽ തുടർച്ചയായി 2 തവണയും ജില്ലയിൽ തുടർച്ചയായി 4 തവണയും വ്യക്തിഗത ചാമ്പ്യനായിരുന്നു. സംസ്ഥാന ചാമ്പ്യൻ പട്ടവും സ്വന്തമാക്കി ഭാവി പ്രതീക്ഷയായി മാറുകയാണ് ഈ കൊച്ചു താരം. പന്മന ചിറ്റൂർ ചെറുകാട്ടിൽ സാബുവിൻ്റെയും അങ്കണവാടി അധ്യാപിക ചിപ്പിയുടെയും മകൾ. ചിറ്റൂർ UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി. പക്ഷേ കളരിപ്പയറ്റിൻ്റെ കളരിയിൽ ഒരു പൂർണ്ണ പോരാളി. മകൾ കളരിപ്പയറ്റ് പഠിക്കണം എന്ന അച്ഛൻ്റെ സ്വപ്നം ഇന്ന് ദേശീയ നേട്ടങ്ങൾ സ്വന്തമാക്കി മകൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ 3 വയസ്സിലെ അച്ഛനായിരുന്നു കളരിയെല്ലാം ചെയ്യിപ്പിച്ച് സ്ട്രെച്ചൊക്കെ ഇരുത്തി ഇങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഇങ്ങനെ പഠിപ്പിച്ചു തന്ന്. കളരിയുടെ പേര് കൃഷ്ണായനം കളരി എന്നാണ്. എനിക്ക് നല്ലൊരു ആശാനെ കിട്ടിയ ശശി എസ് ഗുരുക്കൾ എന്ന പേര്. പിന്നെ ഈ കളരിയുടെ എല്ലാം കോർഡിനേറ്ററാണ് ഗോപൻ സാർ എന്ന് പറയുന്നത്. എൻ്റെ ആഗ്രഹം ഇനിയും കളരിയിൽ കുറേ ചാമ്പ്യൻ ആവണം, പങ്കെടുക്കുന്നതിനെല്ലാം ചാമ്പ്യൻ ആവണമെന്നൊരാഗ്രഹം. സമപ്രായക്കാർ കളിയിലും വിനോദങ്ങളിലും ഒഴുകിയ പ്രായത്തിൽ ഈ മിടുക്കി കയ്യിൽ വടിയും ഹൃദയത്തിൽ സ്വപ്നവുമെടുത്ത് കളരിയിൽ പോരാടുകയായിരുന്നു. വീണും എഴുന്നേറ്റും വേദന മറന്നും മുന്നോട്ട് നടന്ന വഴിയിലാണ് ഇന്ന് ഈ വിജയം. സ്വപ്നം കണ്ടാൽ അതിനെ പിന്തുടരാൻ ധൈര്യമുണ്ടെങ്കിൽ പ്രായമൊരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് അവന്തിക. വരുന്ന ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്കുള്ള തീവ്ര പരിശീലനത്തിലാണിപ്പോൾ. പ്രായത്തെ മറികടന്ന് ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും മുന്നേറുന്ന ഈ മിടുക്കി ഇനി വലിയ നേട്ടങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ്, അല്ല കഠിനാധ്വാനത്തിലാണ്. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. പോത്തൻകോട് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്വർണം, വജ്രം, വെള്ളി ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. പോത്തൻകോട് ടൗൺ വാർഡംഗം സാജൻലാൽ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി അനിൽകുമാർ, രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പോത്തൻകോട് രാജകുമാരി ഷോറൂമിന്റെ വിജയകരമായ 8ാം വർഷം അതിഥികൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. നമ്മുടെ പോത്തൻകോട് മസ്ജിദിന് ഓപ്പോസിറ്റുള്ള രാജകുമാരി ഗോൾഡ് ഇന്ന് വിശാലമായ ഷോറൂമോടുകൂടി റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വിശാലമായ ഷോറൂം, അതിനോടൊപ്പം തന്നെ വലിയ കളക്ഷനുകൾ, ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, ഇന്ന് ഗോൾഡിൻ്റെ റേറ്റ് വളരെ ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് കൂടുതൽ വെഡ്ഡിംഗ് പാർട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഈ നവീകരിച്ച ഷോറൂം ഇന്ന് പോത്തൻകോട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തീർച്ചയായും ഇത് ഒരു വലിയ സ്നേഹമാണ് നമുക്ക് നമ്മുടെ കസ്റ്റമറിൽ നിന്ന് കിട്ടുന്നത്. സംസ്ഥാനത്ത് കിഫ്ബി വഴി ഇതുവരെ 1,10,000 കോടിയുടെ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ. 6 വകുപ്പുകളിലായി 14 പദ്ധതികൾക്കായി 680 കോടി രൂപയുടെ ധനാനുമതിയും 11 പദ്ധതികൾക്കുള്ള 8,081 കോടി രൂപയുടെ തത്വത്തിലുള്ള അംഗീകാരവും നൽകിയതായും മന്ത്രി അറിയിച്ചു. കിഫ്ബിയുടെ 56ാമത് ജനറൽ ബോഡി യോഗത്തിലാണ് പദ്ധതികൾക്കുള്ള ധനാനുമതിയും തത്വത്തിലുള്ള അംഗീകാരവും നൽകിയത്. ഇതോടെ ആകെ 1,20,000 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് കിഫ്ബി നടപ്പാക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന് 282.98 കോടി രൂപയും ആരോഗ്യം കുടുംബക്ഷേമത്തിന് 224.47 കോടിയും ആസൂത്രണ സാമ്പത്തിക കാര്യത്തിന് 153 കോടി രൂപയും ഉൾപ്പെടെ 6 വകുപ്പുകളിലായി 689.45 കോടി രൂപയുടെ 14 പദ്ധതികൾക്കാണ് ധനാനുമതി നൽകിയത്. തത്വത്തിൽ അംഗീകരിച്ച 14 പദ്ധതികളിൽ അങ്കമാലി എരുമേലി റെയിൽവേ ലൈന് 1,900 കോടി രൂപ മാറ്റിവെച്ചതാണ് പ്രധാന പ്രഖ്യാപനം. കേന്ദ്രത്തിന് ആകെ ചെലവാകുന്ന തുകയുടെ 50% സംസ്ഥാനം ഇതോടെ നൽകും. കൂടാതെ MC റോഡിന്റെ വികസനത്തിന് കേശവദാസപുരം അങ്കമാലി 4-വരിപ്പാതയ്ക്ക് 5,217 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. അങ്കമാലി എരുമേലി ശബരി റെയിൽവേ ലൈൻ പദ്ധതിക്കായിട്ട് 1,900 കോടി രൂപ ഇപ്പോൾ മാറ്റിവെക്കാനായിട്ട് കിഫ്ബി ഇന്നത്തെ ബോർഡ് തീരുമാനിച്ചു. നേരത്തെ തന്നെ 50% റെയിൽവേ ബോർഡിൻ്റെ റെയിൽവേ വകുപ്പിൻ്റെ
ആവശ്യം അത് നടപ്പിലാക്കണമെങ്കിൽ കൂടുതൽ പണം കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ 50% കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. 2021 മുതൽ നടക്കുന്ന ചില സജീവ ചർച്ചകളാണ്. പക്ഷേ ഇപ്പോഴാണ് അത് ഫൈനലായിട്ട് റെയിൽവേ ഇക്കാര്യത്തിനകത്തൊരു പോസിറ്റീവായ കാര്യം പറഞ്ഞത്. ബാക്കി അവർ ചെയ്യേണ്ടതാണ്. 1900 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് അല്ലെങ്കിൽ കിഫ്ബിയിൽ നിന്ന് ഇക്കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി കേരളത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് മലയോര റെയിൽവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമലയും കിഴക്കൻ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതി നടപ്പിലാവും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇത് യഥാർത്ഥത്തിൽ അതിനകത്ത് ഇങ്ങനെ 50% മേടിച്ചിട്ട് ചെയ്യൂ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യ പോലൊരു രാജ്യത്തെ ഒരു ഫെഡറൽ സ്വഭാവത്തിന് പറ്റിയതല്ല എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ഇത് നടക്കണമെങ്കിൽ ഇങ്ങനെ അടച്ചാലേ പറ്റൂ എന്നുള്ള സ്ഥിതി വരുന്നു. ആശുപത്രികൾക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ സംഭരണത്തിന് 210.51 കോടി രൂപയും വേളി കെ സ്പേസിന്റെ എയറോസ്പേസ് കൺട്രോൾ സിസ്റ്റം കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കാൻ 600 കോടി രൂപയ്ക്കും തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തുള്ള ഏതു പ്രവൃത്തിക്കും പകുതി പണം നൽകണമെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും അത് ശരിയല്ലെന്നും സംസ്ഥാനത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കി സർക്കാർ നൽകുകയാണെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസും മാനേജ്മെന്റ് അസോസിയേഷനും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വ്യവസായ മേഖലയും അക്കാദമിക് ലോകവും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക, സംയുക്ത സംരംഭങ്ങളിലൂടെ പ്രൊഫഷണൽ മികവ് ഉറപ്പാക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, പ്രായോഗിക പ്രൊജക്ടുകൾ എന്നിവയിലൂടെ വ്യവസായ ലോകത്തെക്കുറിച്ച് നേരിട്ടുള്ള അറിവ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും. കൂടാതെ വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, മാനേജ്മെന്റ് ഇവന്റുകൾ എന്നിവയും സംഘടിപ്പിക്കും. അധ്യാപകർക്കായി ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്നിവയും നടപ്പിലാക്കും. ഒപ്പം സിലബസ് പരിഷ്കരണം, ഗസ്റ്റ് ലെക്ചറുകൾ, കൺസൾട്ടൻസി അസൈൻമെന്റുകൾ എന്നിവയിൽ വ്യവസായ പ്രമുഖരുടെ സഹായം ഉറപ്പാക്കാനും സാധിക്കും. അമൃത വിശ്വവിദ്യാപീഠം രജിസ്ട്രാർ ഡോക്ടർ P. അജിത് കുമാർ, CMA പ്രസിഡന്റ് ഡോക്ടർ നിത്യാനന്ദൻ ദേവരാജ് എന്നിവർ ചേർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. അമൃത സ്കൂൾ ഓഫ് ബിസിനസ് ഡീൻ ഡോക്ടർ നവസുബ്രഹ്മണ്യം, ഇൻഡസ്ട്രി കണക്ട് ഡയറക്ടർ ഡോക്ടർ A. ബാലചന്ദ്രൻ, IQAC അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ പ്രശാന്ത് R. നായർ, CMA സെക്രട്ടറി പുനീത് കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.